ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ ഈസി ആയിട്ട് കുറച്ച് സ്ക്രഞ്ചീസ് ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ നമുക്കറിയാം, നമ്മുടെ വീട്ടിൽ കുഞ്ഞുടുപ്പുകൾ മുതൽ ഷർട്ട്, ഷോള്, അങ്ങനെ ഒരുപാട് സാധനങ്ങൾ, കുറേ തുണികൾ വേസ്റ്റായിട്ട് നമ്മൾ എടുത്ത് കളയുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് തുണികൾ എടുത്ത് മാറ്റി വെച്ചാൽ നമുക്ക് ഇതുപോലത്തെ ക്യൂട്ടായിട്ടുള്ള DIYs ഉണ്ടാക്കാം. അപ്പോൾ അങ്ങനത്തെ ഒരു വീഡിയോ ആണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്. നമ്മൾ സ്ക്രഞ്ചീസ് എന്ന് തന്നെ പറയാറില്ല, ഞാനൊക്കെ പറയുന്ന പുഴു എന്നാണ് കേട്ടോ, മുടിയിൽ കെട്ടുന്ന പുഴു, അങ്ങനെയാണ് പറയുക. നമ്മളിതിനെ ബുഷ്, സ്ക്രഞ്ചീസ്, റൈഫിൾ ബാൻഡ്സ്, അതുപോലെ തന്നെ പുഴു, അങ്ങനെ പല പേരുകളിൽ, പല ഓമന പേരിട്ട് നമ്മൾ ഇതിനെ വിളിക്കുന്നുണ്ട്. സംഭവം ഇത് തന്നെയാണ്, മുടിയിൽ കെട്ടുന്ന കുഞ്ഞു കുഞ്ഞ് ബാൻഡ്സാണ്. 20 ഇഞ്ച് നീളത്തിലും 2 ഇഞ്ച് വീതിയിലാണ് ഞാൻ ഈ ഒരു ക്ലോത്ത് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ വലുതായിട്ടുള്ളൊരു ഹെയർബാൻഡ് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ സ്ക്രഞ്ചി ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു 3 ഇഞ്ച് 4 ഇഞ്ചൊക്കെ വീതി എടുക്കാം. ഇപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് 2 ഇഞ്ചും അതുപോലെ 20 ഇഞ്ച് ലെങ്ത്തുമാണ് എടുത്തിരിക്കുന്നത്. നമ്മൾ എടുത്തിരിക്കുന്ന ആ വീതിയിൽ തന്നെ നമുക്കിത് ഫോൾഡ് ചെയ്തെടുക്കാം, രണ്ടായിട്ട് ഫോൾഡ് ചെയ്തെടുക്കാം. അപ്പോൾ അതിൽ ഓപ്പൺ ചെയ്തിരിക്കുന്ന ആ ഒരു പാർട്ട് ഫുൾ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഇതിപ്പോൾ ഇൻ കേസ് സ്റ്റിച്ചിങ് അറിയില്ലാത്തവർക്കോ അല്ലെങ്കിൽ വീട്ടിൽ സ്റ്റിച്ചിങ് മെഷീൻ ഇല്ലാത്തവർക്കൊക്കെ ആയിട്ട് അതിനൊരു ഈസി ഐഡിയ ഞാൻ വീഡിയോയുടെ അവസാനം പറയുന്നുണ്ട്. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണാം. എൻഡ് ഭാഗത്ത് 2 സൈഡിലും ഒരു 1.5 ഇഞ്ച് വെച്ച് നമുക്ക് മാർക്ക് ചെയ്ത് വയ്ക്കാം. ഇത് നമുക്ക് ആവശ്യമുണ്ട്. ഇനി ഈ 1.5 ഇഞ്ച് വിട്ടിട്ട് ബാക്കിയുള്ള ആ പോർഷൻസ്, ഓപ്പൺ ആയിട്ട് കിടക്കുന്ന ആ ഭാഗം നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതാ, അപ്പോൾ ഞാൻ 1.5 ഇഞ്ച് 2 സൈഡിലും ഇതുപോലെ തന്നെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ 1.5 ഇഞ്ച് വിട്ടിട്ട് ബാക്കിയുള്ള ആ ഒരു ഭാഗങ്ങൾ, എൻഡ് ഭാഗം മാത്രം ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഫുള്ള് ഒരു അറ്റത്തു നിന്ന് അടുത്ത അറ്റം വരെ നമ്മൾ 1.5 ഇഞ്ച് വിട്ടിട്ട് വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്ത ഭാഗം നമുക്ക് ഉള്ളിലേക്കാക്കി എടുക്കണം, പുറമെ സ്റ്റിച്ചിങ് വരാണ്ടിരിക്കാനായിട്ട്. ഇനി നമുക്ക് അതിന് വേണ്ടിയിട്ട് ഒരു സ്റ്റിക്ക് എടുക്കുക. സ്റ്റിക്കോ അല്ലെങ്കിൽ നമ്മൾ പപ്പടം കുത്തുന്ന കോലോ എന്തായാലും മതി. അത് വെച്ചിട്ട് ചെയ്യുമ്പോൾ ആദ്യം ഇതിൻ്റെ 2 സൈഡും ഓപ്പൺ ആണെന്നുള്ള കാര്യം ആലോചിക്കണം. അതുകൊണ്ട് തന്നെ നമുക്ക് ഇപ്പോൾ സ്റ്റിക്ക് എടുത്താലും അതിൽ കയറ്റിയിട്ട് തിരിച്ച് മടക്കിയെടുക്കാൻ പറ്റില്ല. സോ നമ്മൾ ഓപ്പൺ ആയിട്ടിരിക്കുന്ന ഒരു ഭാഗം നമ്മൾ ഒന്ന് ചെറുതായിട്ടൊന്ന് ട്രയാങ്കിൾ ഷേപ്പിൽ മടക്കിയെടുത്തിട്ട് അതിൻ്റെ പുറമേ കൂടെ വേണം ഈ സ്റ്റിക്ക് അങ്ങോട്ട് കയറ്റി കൊടുക്കാൻ. എന്നാൽ ഇതുപോലെ നമുക്ക് ഫുള്ളായിട്ട് ഇതുപോലെ തന്നെ ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ ഒരു സൈഡ് മാത്രം പുറത്തേക്ക് സ്റ്റിക്ക് അങ്ങനെ തന്നെ പുറത്തേക്ക് വരും. ഇത് ഉള്ളിലേക്ക് ഫുള്ളായിട്ട് കയറ്റിയെടുക്കാനായിട്ട് പറ്റില്ല. ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിലിടാനായിട്ട് ഇലാസ്റ്റിക് എടുക്കണം. ഇലാസ്റ്റിക് ഞാനൊരു ചെറിയ വീതി കുറഞ്ഞ ഇലാസ്റ്റിക് ആയിരുന്നു എൻ്റെ ഉള്ളത്, സോ അതാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നമുക്കൊരു കൈയുടെ അറ്റം എങ്ങനെ, കൈയുടെ ഒരു റോള്, ആ ഒരു അളവിനാണ് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത്. ആ ഒരു കൈവണ്ണത്തിലുള്ള ഇലാസ്റ്റിക് എടുത്താൽ മതി, അതിൽ കൂടുതൽ എടുക്കേണ്ട ആവശ്യമില്ല. സോ ഇലാസ്റ്റിക് ഇതിനുള്ളിലേക്ക് കിടത്താനായിട്ട് നമുക്കൊരു സേഫ്റ്റി പിൻ യൂസ് ചെയ്യാം. ഫുള്ളായിട്ട് നമുക്കറിയാമല്ലോ, നമ്മൾ ഇലാസ്റ്റിക് സേഫ്റ്റി പിൻ ഉപയോഗിച്ചിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് കയറ്റിയിട്ട് ഫുള്ളായിട്ട് ഒന്ന് ചുറ്റി എടുത്തു കഴിഞ്ഞാൽ ഇലാസ്റ്റിക് അതിനുള്ളിലേക്ക് കയറി വരും. അപ്പോൾ ഞാൻ വീഡിയോയുടെ ആദ്യം പറഞ്ഞായിരുന്നു, സ്റ്റിച്ച് ചെയ്യാൻ അറിയാത്തവർക്കായിട്ട് ഇത് ചെയ്യാനായിട്ട് ഈസി ആയിട്ടുള്ളൊരു മെത്തേഡ് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഇതിലിപ്പോൾ സ്റ്റിച്ച് ചെയ്യണ പാർട്ടെന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം ഫോൾഡ് ചെയ്തെടുത്ത് കഴിഞ്ഞിട്ട് ഒരറ്റത്തു നിന്ന് അങ്ങ് അറ്റം വരെ 1 ഇഞ്ച് വിട്ടിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തു. ആ ഒരു പോർഷനും പിന്നെ രണ്ടാമതിപ്പോൾ ഞാൻ കാണിക്കാൻ പോകുന്നത് ഒരു ചെറിയ പോർഷൻ കൂടെ സ്റ്റിച്ച് ചെയ്യാനുണ്ട്. സോ ആ 2 ഭാഗം സ്റ്റിച്ച് ചെയ്തെടുക്കുന്നതിന് പകരം നമുക്ക് ഫാബ്രിക് ഗ്ലൂ എന്നിട്ടൊരു ഗ്ലൂ നമുക്ക് കടകളിൽ കിട്ടും. ഒരു 50 റുപ്പീസൊക്കെ ഉണ്ടാവുള്ളൂ അതിന്. അപ്പോൾ അത് വാങ്ങിച്ചു കഴിഞ്ഞാൽ ഈ ഗ്ലൂ എവിടെയാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത് അത് അപ്ലൈ ചെയ്തിട്ട് ഒരു 10 മിനിറ്റ് നന്നായിട്ട് പ്രസ് ചെയ്ത് പിടിച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം നന്നായിട്ട് തന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത പോലെ തന്നെ ഒട്ടിക്കിട്ടും. നമ്മൾ ബീഡ്സ് വർക്കൊക്കെ ചെയ്യുമ്പോൾ പെട്ടെന്ന് ചെയ്യാൻ വേണ്ടിയിട്ട്, ബീഡ്സ് ഒട്ടിക്കാൻ വേണ്ടിയിട്ട് മെയിനായിട്ട് ഈ ഗ്ലൂ അപ്ലൈ ചെയ്യാറുണ്ട്. നമ്മൾ ഇലാസ്റ്റിക് ഇട്ടിട്ടുണ്ട്. ഇനി ഞാൻ പറഞ്ഞ രണ്ടാമത്തെ സ്റ്റിച്ചിങ് പാർട്ടാണ്. ഇപ്പോൾ 2 ഭാഗവും ഓപ്പൺ ആയിട്ട് കിടക്കണ്ടല്ലോ, ആദ്യം നമ്മൾ എടുത്ത 1.5 ഇഞ്ചിൻ്റെ പോർഷനാണത്. അപ്പോൾ അത് രണ്ടും ഒരെണ്ണം അടുത്തതിൻ്റെ രണ്ടാമത്തേൻ്റെ ഉള്ളിലേക്ക് എടുത്തിട്ട് നന്നായിട്ട് പ്രസ് ചെയ്ത് വയ്ക്കുക. എന്നിട്ട് മുകളിലത്തെ ഭാഗം ആ സെക്കൻഡ് ആയിരിക്കണം മുകളിൽ വരേണ്ടത്. ഇനി നമുക്ക് ആ ഒരു പോർഷൻ നന്നായിട്ട് മടക്കിയിട്ട് നല്ല വൃത്തിയായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അതാണ് ഞാൻ പറഞ്ഞ രണ്ടാമത്തെ സ്റ്റിച്ചിങ് പാർട്ട് എന്ന് പറഞ്ഞ് ഗം അപ്ലൈ ചെയ്യുന്ന കാര്യം പറഞ്ഞത്.
സോ ഇത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ നന്നായിട്ട് ഭംഗിയായിട്ട് ശ്രദ്ധിച്ച് സ്റ്റിച്ച് ചെയ്യണം. ആ ഭാഗം കുറച്ച് ഫ്ലാറ്റ് ആയിരിക്കും, ബാക്കിയുള്ളതൊക്കെ റഫിൾസ് കുറച്ച് നന്നായിട്ടുണ്ടാകുമെങ്കിലും ഇത് കുറച്ച് ഫ്ലാറ്റ് ആയിട്ടിരിക്കും ഈ ഒരു പോർഷൻ. സോ നമ്മളിത് മടക്കിയിട്ട് ആ ഒരു ഭാഗം മടക്കിയിട്ട് ഇപ്പം ഞാൻ കാണിക്കണ പോലെ നന്നായിട്ട് ഭംഗിയായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഒരു ഭാഗം ഉള്ളിലേക്ക് പോകും, മറ്റേത് പുറത്തേക്കും വരും. പുറത്തേക്ക് വരുന്ന ഭാഗം മടക്കിയിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാനായിട്ട്. നമ്മളിപ്പോൾ ചെറിയ ഇലാസ്റ്റിക്കിൻ്റെയാണ് ഉണ്ടാക്കിയത്, അതുകൊണ്ട് തന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഈ ഒരു പോർഷൻ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, നമ്മുടെ ഇലാസ്റ്റിക് അതിനോട് ചേർന്ന് സ്റ്റിച്ച് ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കണം. ഇല്ലെങ്കിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്തത് പിന്നെ ഇലാസ്റ്റിക്കും കൂടെ ഒരുമിച്ചായി കഴിഞ്ഞാൽ ഒരു ഭംഗി ഉണ്ടാവില്ല. നമ്മൾ സ്ഥിരമായിട്ട് സ്റ്റിച്ച് ചെയ്യുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ ടോപ്പൊക്കെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ അതിൻ്റെ കുറച്ച് പീസ് ഇതുപോലെ തന്നെ, കുറച്ച് പീസ് മതിയല്ലോ, ഒരു 20 ഇഞ്ചസ് ലെങ്ത്തിലുള്ള ചെറിയൊരു പീസ്, ഒരു ചുരിദാറിൻ്റെ വള്ളിയൊക്കെ ഇടുന്ന ആ ഒരു പീസ് മതി. അപ്പോൾ ബാക്കിയുള്ള ആ ഒരു പോർഷൻ ഉണ്ടെങ്കിൽ നമുക്ക് ചുരിദാറിൻ്റെ അതേ രീതിയിൽ അല്ലെങ്കിൽ ടോപ്പിൻ്റെ അതേ കളറിലുള്ള മാച്ചിങ് ആയിട്ടുള്ള ഇതുപോലത്തെ സ്ക്രഞ്ചീസ് ഉണ്ടാക്കാം. അപ്പോൾ നല്ല ഐഡിയ ആയിട്ട് സെയിം ആയിട്ട് ഉണ്ടാക്കുമ്പോൾ കുറച്ചും കൂടെ ലുക്കായിരിക്കും. ചെയ്തെടുത്തതിന് ശേഷം എല്ലാ ഭാഗവും അങ്ങോട്ടും ഇങ്ങോട്ടും വലിഞ്ഞരിയിരിക്കുന്നത് എല്ലാം പല പല സൈഡിലേക്കായിരിക്കും. അതിൻ്റെ ഒരു എന്താ പറയുക, റഫിൾസൊക്കെ പല രീതിയിലായിരിക്കും ഇരിക്കുക, ചുരുക്കൊക്കെ. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് അതിൻ്റെ എല്ലാ പോർഷനും ശരിക്കും നേരെ വെച്ച് കൊടുക്കുന്നുണ്ട്. നമ്മൾ മുടി കെട്ടുമ്പോൾ പല രീതിയിലായിപ്പോവും, എന്നാലും നമ്മൾ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ഒരു ഭംഗിക്ക് വേണമല്ലോ. സോ അപ്പോൾ എല്ലാ ഭാഗവും ഒരേ രീതിയിൽ ചുരുക്കുകൾ വരാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് എല്ലാം ഒരേ ഓർഡറിലാക്കി കൊടുക്കാം. അപ്പോൾ തന്നെ അതിനൊരു നല്ല ഭംഗിയായിരിക്കും. ഇവിടെ സ്ക്രഞ്ചീസ് അല്ലെങ്കിൽ കുഞ്ഞപ്പുഴു റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതുപോലത്തെ നമ്മുടെ ചാടി കളിക്കുന്ന കുഞ്ഞിപ്പുഴു കുറച്ച് അധികം ഉണ്ടാക്കിയിട്ടുണ്ട്. അധികമൊന്നും ഇല്ല കേട്ടോ, ഒരു 4-5 ഉണ്ടാക്കിയിട്ടുണ്ട്. ജസ്റ്റ് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. എല്ലാം ഞാൻ ചെയ്തിരിക്കുന്നത് പുതിയ ക്ലോത്തിലൊന്നുമല്ല, നമ്മൾ പഴയത് കളയാൻ വെച്ചിരിക്കുന്ന ഉടുപ്പുകളിലും അല്ലെങ്കിൽ ഷോളും ഒക്കെ എടുത്തിട്ടാണ് ഇതെല്ലാം ചെയ്തത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ഫോട്ടോസ് അയച്ചു തരാം. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരാം.